ബിഗ് ബോസ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അനുമോളും അനുമോളുടെ PR-ഉം കാരണം ജീവിതം നശിക്കപ്പെട്ടവർ എന്നൊരു സീരീസ് വേണമെങ്കിൽ അടുത്തതായിട്ട് ബിഗ് ബോസിന് തുടങ്ങാമെന്ന് തോന്നുന്നു. ഹായ് ഹലോ എല്ലാവർക്കും ബിഗ് ബോസ് റിവ്യൂയിലേക്ക് സ്വാഗതം. ആദ്യം തന്നെ എനിക്ക് പറയാനുള്ളത് ഉളുപ്പുണ്ടോ ബിഗ് ബോസെ എന്നതാണ്. രണ്ടാമത്തെ കാര്യം മുൻഷി രഞ്ജിത്തേട്ട നിങ്ങൾക്ക് വയ്യേ. മൂന്നാമത്തെ കാര്യം ശൈത്യ അല്പം സെൽഫ് റെസ്പെക്റ്റ് ആവാം. ഈ മൂന്ന് കാര്യങ്ങൾ പറഞ്ഞിട്ട് നമുക്ക് ഇന്ന് വീട്ടിൽ എന്താ സംഭവിച്ചത് എന്ന് നമുക്ക് വിശദമായി ചർച്ച ചെയ്യാം. ഉളുപ്പുണ്ടോ ബിഗ് ബോസ് എന്ന് ചോദിക്കാൻ ഒരൊറ്റ കാരണമുള്ളൂ. ഇന്ന് നിങ്ങൾ എപ്പിസോഡിലും ലൈവിലും കാണിച്ച ഗിമ്മിക്സ് ആണത്. ഇന്ന് നിങ്ങൾ എപ്പിസോഡ് കണ്ടിട്ടുണ്ടെങ്കിൽ അവസാനം നമ്മുടെ ബിൻസിയും ശൈത്യയും സംസാരിക്കുന്നുണ്ട്. അപ്പം ബിൻസി പറയുന്നുണ്ട് കുറേ കാര്യങ്ങൾ അനുമോൾ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്ന്. അപ്പം ശൈത്യ പറയുന്ന മറുപടി എന്ന് പറയുന്നത് ഇനി ഞാൻ ഒരിക്കലും അനുമോളായിട്ട് സംസാരിക്കാൻ പോവില്ല എന്നുള്ള രീതിയിൽ സംസാരിച്ചാണ് വെക്കുന്നത്. അതിനുശേഷം നെക്സ്റ്റ് ഷോട്ട് കാണിക്കുന്നത് അനുമോളോട് സംസാരിക്കാൻ പോകുന്നതാണ്. അപ്പം ഞാനും വിചാരിച്ചു എന്ത് വൃത്തികെട്ട സ്വഭാവമാണിത്, അയ്യേ ഒരു സെൽഫ് റെസ്പെക്റ്റ് ഇല്ലേ ശൈത്യയ്ക്ക് എന്നുള്ളതുപോലെ ആയിപ്പോയി. അതിനുശേഷം ഞാൻ ലൈവ് വെച്ചപ്പോൾ കാണുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആദ്യം അനുമോളോടാണ് സംസാരിക്കുന്നത്. അനുമോൾ നേരത്തെ കിടക്കുന്നുണ്ട്. അപ്പോൾ അനുമോളോട് ഈ കാര്യം സംസാരിക്കാൻ പോവുകയാണ്. അത് ക്ലിയർ ചെയ്യണം, അവർ തമ്മിലൊരു ഇഷ്യൂ ഉണ്ട്, അത് ക്ലിയർ ചെയ്യണം, അതിനു വേണ്ടി പോവുകയാണ് ചെയ്യുന്നത്. അപ്പം അനുമോൾക്ക് സംസാരിക്കാനില്ല എന്ന് പറയുകയും ഇത് ബിൻസി കണ്ടതിന് ശേഷം പുറത്ത് വിളിച്ചിരുത്തി ശൈത്യനോട് പറയുകയാണ് അനുമോൾ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോഴാണ് ശൈത്യ പറയുന്നത് ഇനി ഞാൻ അവളോട് സംസാരിക്കില്ല എന്ന്. എപ്പിസോഡിൽ കാണിച്ച ഭാഗത്തിനും ലൈവിൽ കാണിച്ച ഭാഗത്തിനും രണ്ട് കൺക്ലൂഷനാണ് നമുക്ക് എടുക്കാനുള്ളത്. എപ്പിസോഡ് കണ്ടപ്പോൾ എനിക്ക് തോന്നിയത് അയ്യേ ശൈത്യ നിൻ്റെ വില കളഞ്ഞല്ലോ എന്നാണ്. അതേസമയം അനുമോളുടെ വില അവിടെ ഉയരുന്നതുകൊണ്ട് ഇത് ബിഗ് ബോസിൻ്റെ കളിയല്ലേ എന്നാണ് എനിക്ക് തോന്നിപ്പോയത്. പക്ഷേ ലൈവ് കണ്ടപ്പോൾ ശൈത്യൻ്റെ ഭാഗത്ത് ന്യായമുള്ളതുപോലെയും തോന്നി. സോ എന്തുകൊണ്ട് ബിഗ് ബോസ് അങ്ങനെ ചെയ്തു? അതൊരു ഉളുപ്പുകെട്ട പരിപാടിയല്ലേ എന്ന് എനിക്ക് തോന്നിപ്പോയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഉളുപ്പുകെട്ട ബിഗ് ബോസ് എന്ന് പറയുന്നത്. ഇനി രണ്ടാമത്തെ കാര്യം മുൻഷി രഞ്ജിത്തേട്ടൻ എന്താ വയ്യേ എന്ന് ചോദിച്ച കാര്യമാണ്. അതെനിക്ക് അങ്ങനെ കണ്ടപ്പോൾ തോന്നി. പുള്ളി വന്നപ്പോൾ തന്നെ എല്ലാവരോടും ചൊറിയാൻ പോവുകയാണ്. പുള്ളിക്ക് എന്താ പറയുക, വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയൊരു ദേഷ്യം തീർക്കുന്ന പോലെയാണ് എനിക്ക് തോന്നിയത്. ആദ്യം അനീഷിനോട്, നമ്മുടെ ആ അനുമോളുടെ അനീഷിൻ്റെ കാര്യമൊക്കെ പറഞ്ഞിട്ട് കുറച്ച് നേരം സംസാരിക്കുന്നു. അതിനുശേഷം അവിടെ വന്നിട്ട് എല്ലാവരോടും ചൊറിയാൻ പോവുക. അക്ബറിനോട് ചൊറിയാൻ പോകുന്നു. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് സാരി ഉടുത്ത് നടക്കുന്നു. എന്ത് പട്ടി ഷോയാണോ എന്ന് വെച്ചാൽ പറയണ്ട. ഇതാണ് പുള്ളി ഇന്ന് ചെയ്ത കാര്യം എന്ന് പറയുന്നത്. മൂന്നാമത്തെ കാര്യം സെൽഫ് റെസ്പെക്റ്റ് വിട്ട് ശൈത്യൻ്റെ പെരുമാറ്റമാണ്. അനുമോൾ അവിടെ എന്തായാലും കുറ്റം സമ്മതിക്കാൻ പോകുന്നില്ല. ഇന്നിപ്പോൾ 90 ചില്ലാൻ ദിവസമായി, ഇതുവരെ ഒരു കുറ്റവും അവളെ ഏറ്റെടുത്തിട്ടില്ല അനുമോൾ എന്ന് പറയുന്ന വ്യക്തി. പിന്നെ ഈ കുറ്റം ഏറ്റെടുക്കാൻ പോകുന്നതെന്ന് ശൈത്യ എങ്ങനെ വിചാരിച്ചു എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. എന്നിട്ട് അവിടെ പുറകെ പോയിട്ട് നാണം കെടുന്ന ഒരവസ്ഥ. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പുറകെ പോവാതിരുന്നെങ്കിൽ അതിനൊരു അടിസ്ഥാനമുണ്ടായതിനെ, അത്രയും ചൂടായതിന്. ചുമ്മാ ഈ അനുമോൾക്കൊരു ബൂസ്റ്റ് ഇട്ട് കൊടുക്കുന്നത് പോലെ ഉണ്ടായിരുന്നു ശൈത്യയുടെ പെർഫോമൻസ്. ഇനി നമുക്ക് ഇന്ന് നടന്ന പ്രധാന കാര്യങ്ങളിലേക്ക് വരാം. രാവിലെ തന്നെ നമ്മുടെ ആദില നൂറ സ്ഥിരം എല്ലാ ആഴ്ചകളും അവർ നോമിനേഷനിൽ വന്ന പറയുന്ന അതേ ഡയലോഗ് ഈ ആഴ്ചയിലും അടിച്ചു. ഞങ്ങളാണ് വീക്ക് കണ്ടസ്റ്റൻസ് എന്നാണ് ഇവിടെ ഈ വീട്ടിലുള്ള എല്ലാവരും പറയുന്നത്. ഞങ്ങൾ ഈ ആഴ്ച വിടല്ലേ ബിഗ് ബോസെ. പിന്നെ ഇത് ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞുകൊണ്ടിരിക്കും. ഇത് ഇന്നും ആവർത്തിച്ചു ആസ് യൂഷ്വൽ. അതിനുശേഷം നടന്നത് ഒരാൾക്ക് പ്രണയം വന്നിട്ടുണ്ടെങ്കിൽ, അതും ഇത്രയും ദിവസങ്ങളെടുത്ത് പ്രണയം വന്നിട്ടുണ്ടെങ്കിൽ അവർക്കൊരു സങ്കടം ഉണ്ടാവില്ലേ? എവിടെ പോയി ആ സങ്കടം എന്നാണ് എനിക്ക് മനസ്സിലാവാത്തത്. ഇന്ന് രാവിലെ അനുമോളോട് സംസാരിക്കാൻ പോകുന്നുണ്ട്. അപ്പോഴൊക്കെ നിറപുഞ്ചിരികളോടുകൂടിയാണ് സംസാരിക്കുന്നത്. എനിക്ക് മനസ്സിലായി അനുമോളെ ഇന്നതാണ് കാര്യമെന്നും സംസാരിച്ച് തീർക്കുകയാണ് അവിടെ ഉണ്ടായത്. ഈ കുറച്ച് ദിവസങ്ങളിൽ നടന്ന ഇമോഷൻ എടുത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ അനീഷിൻ്റെ സ്ട്രാറ്റജി ആയിട്ടാണ് എനിക്കിതിനെ കാണാൻ കഴിയുന്നത്. മറ്റൊന്നുമായിട്ട് എനിക്കിതിനെ കാണാൻ കഴിയുന്നില്ല. ഈവൻ ഇന്ന് നടന്ന ആ ഒരു രാവിലത്തെ ചർച്ച പോലും. പിന്നെ ഗസ്റ്റ് വരികയായിരുന്നു. ആദ്യം വന്നത് അപ്പാനിയാണ്. അപ്പാനിയും അക്ബറും തമ്മിലുള്ള ഒരു കോംബോ ഒക്കെ അടിപൊളിയായിരുന്നു. അതെനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. പക്ഷേ ഇതിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അക്ബറിനെ ഇത് താഴേക്ക് വലിക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. കാര്യം അപ്പാനി കുറേ ഏണിയൊക്കെ ഇതിൻ്റെ ഇടയ്ക്ക് പിടിച്ച് വലിക്കും. ഇതിൻ്റെ പുറകെ നമ്മുടെ അക്ബർ പോവും. ആവശ്യമില്ലാത്ത ഏണിയായിരിക്കും, പക്ഷേ കൂട്ടുകാരനാണല്ലോ എന്ന് കരുതി അക്ബറും പോകേണ്ടതായിട്ട് വരും. അതുകൊണ്ട് അക്ബറിൻ്റെ ഗ്രാഫ് ഇടിയാനുള്ള ചാൻസ് കൂടുതലാണ്. അത് ഇടവരുത്തരുതേ എന്നാണ് എനിക്ക് അപ്പാനിയോട് പറയാനുള്ളത്. അതിനുശേഷം വന്നത് കലാഭവൻ സരിക, ശാരിക KB, ശൈത്യ, ബിൻസി, മുൻഷി രഞ്ജിത്തേട്ടൻ എന്നിവരാണ്. ബിഗ് ബോസ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അനുമോളും അനുമോളുടെ PR-ഉം കാരണം ജീവിതം നശിക്കപ്പെട്ടവർ എന്നൊരു സീരീസ് വേണമെങ്കിൽ അടുത്തതായിട്ട് ബിഗ് ബോസിന് തുടങ്ങാമെന്ന് തോന്നുന്നു. ഇന്ന് അത്രയധികം കാര്യങ്ങൾ നടന്നിട്ടുണ്ടായിരുന്നു. ബിൻസിയുടെ കാര്യത്തിലായിക്കോട്ടെ, ബിൻസിനെയും അപ്പാണിയും വെച്ചിട്ട് മോശമായിട്ട് ഷാനവാസും അനുമോളും സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അത് പുറത്ത് നെഗറ്റീവായിട്ട് പോയിട്ടുണ്ട്. അതിന് കുറേ കാര്യങ്ങൾ നേരിടേണ്ടി വന്നിട്ടുണ്ട് ബിൻസിക്ക് എന്ന് പറയുകയുണ്ടായിരുന്നു. സദാചാരം പലരുടെയും കണ്ണിലുണ്ട് എന്ന് നിങ്ങൾക്കറിയാലോ, ആ വീട്ടിലുള്ളവരുടെ, പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ട ആവശ്യമില്ലല്ലോ. ഇനി അടുത്തതായിട്ട് ശൈത്യ അനുമോൾ പ്രശ്നമാണ്. എന്തുകൊണ്ടാണ് ശൈത്യനെ കട്ടപ്പ എന്ന് പറയാൻ അനുമോൾക്ക് അറിയത്തില്ല, അല്ലെങ്കിൽ ഒരു റീസൺ ഇല്ല. അതിന് ബബ്ബ അടിക്കുന്നതിന് പകരം എനിക്ക് ഇവിടുന്ന് ഇറങ്ങിയതിന് ശേഷമേ പറയാൻ പറ്റുള്ളൂ എന്ന് പറയുന്നു. അവിടെ ശൈത്യ പ്രൊവോക്ഡ് ആകുന്നു. കുറേ വായി തോന്നിയതൊക്കെ വിളിച്ചു പറയുന്നു. അതൊക്കെ സത്യമാണ് എന്നാണ് ശൈത്യ പറയുന്നത്. അതിനുശേഷം അനുമോൾ പറയുന്നു ഇത്രയൊക്കെ വായി തോന്നിയത് വിളിച്ച് പറഞ്ഞില്ലേ, അതും ഒരു എക്സ്ക്യൂസ് ആയിട്ട് എടുത്തിട്ട് ഇനി എനിക്ക് പറയാൻ സൗകര്യമില്ല എന്ന് പറഞ്ഞിട്ട് അവിടെ നൈസായിട്ട് തടി തപ്പാണ്. ഇത് PR-കാരായിട്ട് പൊളിപ്പിച്ചോളൂ.
അത് തന്നെയാണ് അവൾക്ക് വേണ്ടത്. പിന്നെ ശൈത്യ പുറകെ പോയത്, എൻ്റെ പൊന്നെ, എനിക്കങ്ങ് ദേഷ്യം പിടിച്ചു. ഒരു സെൽഫ് റെസ്പെക്റ്റ് ഇല്ലാത്തതുപോലെ എനിക്ക് തോന്നി. അത്രയും വലിയ പ്രകടനമൊക്കെ നടത്തിയിട്ട് ഈ പുറകെ പോയത് അത്രയും വലിയ ചീപ്പായിട്ടാണ് എനിക്ക് കാണാനിടയായത്. അല്ലെങ്കിൽ പുറകെ പോകാമായിരുന്നെങ്കിൽ കുറച്ചും കൂടെ ഒരു ഇമേജ് കൂടിയേനെ എന്ന് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തു. സോ ഇത്രയൊക്കെയാണ് ഇന്ന് സംഭവിച്ചത്. ബിഗ് ബോസിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് കണ്ടപ്പോൾ അനുമോൾക്ക് കപ്പ് കൊടുത്തുവിടാൻ ബിഗ് ബോസിൻ്റെ തിടുക്കമായതുപോലെയാണ് എനിക്ക് കാണാൻ കഴിഞ്ഞത്. അത് ഒരു വൃത്തികെട്ട പരിപാടിയല്ലേ എന്ന് ഞാൻ ബിഗ് ബോസിനോട് താഴ്മയെ അപേക്ഷിച്ചു കൊള്ളുന്നു. അപ്പം ബൈ ബൈ.